പറഞ്ഞ. അപ്പോൾ മക്കളെ, നമ്മുടെ EVS എക്സാം കഴിഞ്ഞല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ EVS എക്സാം എന്നുള്ളത് ഇപ്പം തന്നെ ഒന്ന് കമൻസിൽ പറഞ്ഞേ. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു എക്സാമാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വിത്ത് പ്രൂഫാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ കീന്ന് കുറച്ച് വ്യത്യസ്തമാണ്. യെസ്, അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ചോദ്യങ്ങളും ആൻസേഴ്സിലോട്ടും കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇവിടെ കുറച്ച് ബേർഡ്സിന്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടോ, ദേ മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കണ്ടോ മിസ്, നെയിം ഓഫ് ബേർഡ്, കളർ, ഫുഡ്, ബോഡി ഫീച്ചർ ആൻഡ് നെസ്റ്റ്. അതുപോലെ ചോദിച്ചിട്ടുള്ളത് ബേർഡിന്റെ പേര് എഴുതണം, കളർ ഏതാന്ന് എഴുതണം, ആൻഡ് ഓൾസോ അവർ കഴിക്കുന്ന ഫുഡ് എന്താന്നുള്ള കാര്യം എഴുതണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേർഡ്സിന്റെ പേര് എഴുതാം. മിസ് ഒരു ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഇത് രണ്ടെണ്ണം കൊണ്ടുവന്നിട്ട്, ക്രോ ബ്ലാക്ക് കളറിലാണ് കാണുക, ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, സീഡ്സ്, നോൺ വെജ് എല്ലാം കഴിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കാക്ക. ഇനി നെക്സ്റ്റ് പാരറ്റ്, നമ്മുടെ തത്ത, ഗ്രീൻ കളറിൽ കാണുന്നു. ഫുഡ് എന്തൊക്കെയാണ്, ഗ്രെയിൻ, സീഡ്, ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കും. ദേ ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മുടെ ലൈവ് കണ്ടുപോയ കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്തതാണ് റൊട്ടേഷനും റെവല്യൂഷനും. സെയിം സാധനം കണ്ടോ, ഇതേപോലെ അങ്ങനെ ചോദിച്ചിരിക്കുകയാണ്. സോ ഫസ്റ്റ് ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ്. അത് തന്നെ നമുക്ക് കിട്ടും, അത് റൊട്ടേഷൻ ആണ്, ഭ്രമണമാണ്. ഇനി റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മൂവ്മെന്റ് ഓഫ് എർത്ത് അറൌണ്ട് ദ സൺ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെയാണ് എന്ത് പറയുക, പരിക്രമണം എന്ന് പറയുന്ന റെവല്യൂഷൻ. ഇനി ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇവിടെ സീസൺ, ഇവിടെ ഋതുക്കളാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്, ഡേ ആൻഡ് നൈറ്റ് ആണ്, പകലും രാത്രിയാണ് ഉണ്ടാവുന്നത്. ഇനി ഇതിന് 24 hours ആണെങ്കിൽ ഇവിടെ എത്ര എടുക്കും റെവല്യൂഷൻ പരിക്രമണത്തിന്, 365 ദിവസം അല്ലെങ്കിൽ 1 year എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള മാർക്ക് കിട്ടും കേട്ടോ. അതായത് ഒരു വർഷം എന്ന് എഴുതി കഴിഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് ദ സ്ഫിയർ ദാറ്റ് റൊട്ടേറ്റ് അറൌണ്ട് ദ എർത്ത് ആർ കോൾഡ് പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സിനെ ചുറ്റുന്ന ആൾക്കാരെയാണോ നമ്മൾ, നമ്മുടെ എർത്തിനെ ചുറ്റുന്ന, അതായത് നമ്മുടെ ഭൂമിയെ ചുറ്റുന്ന ആൾക്കാരെയാണോ നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയാം? അല്ല, സൂര്യനെ ചുറ്റുന്നതാണ്. അപ്പോൾ ഇതെന്താണ്, തെറ്റാണ്. ദെൻ മാർസ് ഈസ് ദ ക്ലോസസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ. നോക്കിക്കേ മിസ്, കണ്ടോ, ക്ലോസസ്റ്റ് ടു ദ സൺ. നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട്, മെർക്കുറി ആണെന്ന് പഠിച്ചിട്ടുണ്ട്, ബുധൻ. അപ്പോൾ ഇതും തെറ്റാണ്, ഇവിടെ മാർസ് എന്നാണ് തന്നിട്ടുള്ളത്. ദെൻ സാറ്റലൈറ്റ് ആർ ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് അറൌണ്ട് ദ പ്ലാനറ്റ്സ്. ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശഗോളങ്ങളെയാണ് സാറ്റലൈറ്റ് എന്ന് പറയുക. സോ നമ്മൾ മൂണൊക്കെ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചതാണ്. ദെൻ യുറാനസ് ഈസ് ദ ഫാദസ്റ്റ് പ്ലാനറ്റ് ഫ്രം ദ സൺ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, യുറാനസ് ആണ് വരുന്നത്. യുറാനസ് കഴിഞ്ഞ് വേറൊരാളുണ്ട്, നമ്മുടെ നെപ്റ്റ്യൂൺ. അപ്പോൾ നെപ്റ്റ്യൂൺ ആണ് വരേണ്ടത്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാ വരിക, സി ആണ് കറക്റ്റ് ആയിട്ടുള്ള എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്തത്, ഇത് നിങ്ങൾക്ക് കോഡ് പ്രകാരം മിസ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു. അതായത് നമുക്ക് ഒരു ദിവസം മൂണിൻ്റെ എല്ലാ ഭാഗം വിസിബിൾ ആയിട്ടുള്ള ഡേനെ എന്താ പറയാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനെന്താ എഴുതുക, ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ പൗർണമി എന്ന് എഴുതണം. പിന്നെ ഇത് ഇവിടെ നിങ്ങൾക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിന് നമ്മളോട് റീഡ്രോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുമായിട്ട്, ന്യൂ മൂൺ ഡേ ആയിട്ട് എഴുതണം, അതായത് അമാവാസി. അപ്പോൾ അമാവാസി ആകുമ്പോൾ എന്ത് ചെയ്യണം, ദേ അമാവാസി ആകുമ്പോൾ യെസ് മീ ന്യൂ എന്ന് പഠിക്കണം. അപ്പോൾ ആദ്യം സണ്ണ്, ദെൻ മൂണ്, ദെൻ ഏർത്ത് വരും, അതാണ് അമാവാസി. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക, വരച്ചു കൊടുക്കുക. ഇത് വരയ്ക്കാൻ പഠിക്കണം എന്ന് മിസ് 100 തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവ് കണ്ടവർക്ക് ഇതിലും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇനി അടുത്ത സിമ്പിൾ ഹമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ജനുവരി ടു ഡിസംബർ ആണ് ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൊല്ലവർഷം കലണ്ടർ ഏതായിരിക്കും, ചിങ്ങം മുതൽ കർക്കിടകം, മലയാള മാസമാണല്ലോ വരുന്നത്. അപ്പോൾ ചിങ്ങം ടു കർക്കിടകം എന്നാണ് എഴുതേണ്ടത്. ഇനി അടുത്ത നോക്കാം, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് വെച്ചിട്ടുള്ള ചോദ്യമാണ്. വെഹിക്കിൾസ് തന്നിട്ടുണ്ട്, അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് നോക്കിക്കേ. ഓരോ വെഹിക്കിൾസ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സെയിം നമ്മൾ പഠിച്ചു. സോ ജീപ്പ് ആണെങ്കിൽ ലാൻഡ്, കരയിൽ ഓടുന്നതാണ്. ബോട്ട് ആണെങ്കിൽ വാട്ടർ, വെള്ളം. ഹെലികോപ്റ്റർ ആണെങ്കിൽ എയർ, വായു. ട്രെയിൻ ആണെങ്കിൽ റെയിൽ ലാൻഡിലൂടെയാണ് വരുന്നത്, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, കാർ എന്തിനാണ്, ടു ട്രാവൽ, യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ലോറി എന്തിനുപയോഗിക്കും, ടു ട്രാൻസ്പോർട്ട് ഹെവി മെറ്റീരിയൽസ്, ഭാരമുള്ള സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ആംബുലൻസ് എന്തിനുപയോഗിക്കുക, ഹോസ്പിറ്റലിലോട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യൻസിന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് ഉപയോഗിക്കുക. ട്രെയിൻ എന്തിനാണ്, ദേ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്, കുറേ ദൂരം കുറേ പേർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിൻ ഉപയോഗിക്കുന്നത്. അതുമായി റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ്, ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾ ഇൻ മോർ പീപ്പിൾ ക്യാൻ ട്രാവൽ അറ്റ് എ ടൈം. കുറേ അധികം ആളുകൾക്ക് അറ്റ് എ ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വെഹിക്കിളിൻ്റെ പേര്. എന്താ എഴുതിയത് എൻ്റെ മക്കൾ, തീവണ്ടി എന്നാണ് എഴുതിയത്. ട്രെയിൻ ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത നോക്കിക്കോ മിസ്,
വളരെ 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 ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു ഇത് അതുപോലെ ചോദിച്ചിട്ടുണ്ട്. സോ മുനിസിപ്പാലിറ്റി ആരാണ് ഭരിക്കുന്നത്? ചെയർപേഴ്സൺ ആണ്. പഞ്ചായത്ത് ആണെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് ആണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിൽ മേയറാണ്. ഇത് നിങ്ങൾ എല്ലാവരും 100% കറക്റ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും എന്ന് മിസ് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമാണ്, വാട്ടർ ഈസ് സ്കാർസ് ഇൻ ദ ലൊക്കാലിറ്റി വേർ ദ അപ്പൂസ് റിസൈഡ്സ്, ദെൻ വേർ ഷുഡ് ബി ദ പീപ്പിൾ ഇൻ ദ ലൊക്കാലിറ്റി മേക്ക് ഡിമാൻഡ് ഫോർ ദ പബ്ലിക് വെൽ. ഒരു പൊതുകുളത്തിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ പോയിട്ടാണ് സംസാരിക്കേണ്ടത്? എവിടെയായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രാമസഭയിൽ കൂടിക്കഴിഞ്ഞാലാണ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി പറ്റുക അല്ലേ? അപ്പോൾ ഇവിടെ ഗ്രാമസഭയാണ് മക്കൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി റൈറ്റ് ഡൗൺ ദ പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ വേർ യുവർ സ്കൂൾ ഈസ് ലൊക്കേറ്റഡ്. നിങ്ങൾക്കുള്ള ഒരു ജനറൽ ചോദ്യമാണ്. ഇപ്പോൾ മിസ്സിൻ്റെ നാട്ടിൽ മിസ്സ് പഠിക്കുന്ന സമയത്താണെങ്കിൽ അവിടെയാണെങ്കിൽ പഞ്ചായത്തായിരുന്നു. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ 3 ഓപ്ഷനിൽ ഏതിലാന്നുള്ളത് മാർക്ക് ചെയ്യുക. നിങ്ങളുടെ ടീച്ചേഴ്സ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത്. ഇനി നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, നമ്മളിത് കറക്റ്റ് മാപ്പൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്സ് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയാണ് വരുന്നതെന്നുള്ള അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര യൂണിയൻ ടെറിട്ടറീസ് വരുന്നുണ്ട്. അത് ലഡാക്ക് ആണല്ലോ അതിൽ ഏറ്റവും കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഏറ്റവും ചെറിയ സംസ്ഥാനം അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ നമ്മളത് തലസ്ഥാനം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സെപ്പറേറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, രണ്ടും രണ്ടാക്കിയിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗുജറാത്തിന്റെ അല്ലെ, ന്യൂഡൽഹിയാണ് നമ്മുടെ ഇത് വരുന്നത് തലസ്ഥാനം, ക്യാപിറ്റൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഈ സൈഡിലൊക്കെ ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഗുജറാത്താണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്, ഈ കോസ്റ്റൽ ഏരിയന്റെ അടുത്തേക്ക് വരുന്നത് അല്ലെ ഇന്ത്യയിലെ, അതും നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ മാപ്പ് സെപ്പറേറ്റ് ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു ചോദ്യമായിട്ട് വരച്ചിട്ട് തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നില്ല. അപ്പോൾ ഡെമോ ആയിട്ട് നമുക്കൊരു മാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അതിലെ ഡയറക്ഷൻസ് ഒക്കെ വരച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു മരം വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതാ കിഴക്ക് ഭാഗത്താണ് അല്ലേ, വീടിന്റെ കിഴക്ക് ഭാഗത്ത് തന്നെ ഇതാ കറക്റ്റ് മരം വരച്ചിട്ടുണ്ട്. അവിടെ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾ മരം വരച്ചിട്ടുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെയാണ് ചിത്രം അടിസ്ഥാനമാക്കി താഴെ കൊടുക്കുന്ന പ്രസ്താവനകൾ ശരിയാണോ എന്ന് നോക്കുക അല്ലേ. വീടിന്റെ വടക്ക് ഭാഗത്താണ് സ്കൂള് അല്ലേ, ഇതാ നോർത്ത് സ്കൂള് അല്ലേ, വീടിന്റെ വടക്ക് ഭാഗത്താണ് വരുന്നത്. അപ്പോൾ അതെന്താണ്? ശരിയാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ആദ്യം കിഴക്ക് ഭാഗത്തേക്കും പിന്നീട് തെക്ക് ഭാഗത്തേക്കും സഞ്ചരിച്ചാൽ വീട്ടിലെത്താം അല്ലേ. അപ്പം നമ്മളിത് ബസ് സ്റ്റാൻഡ് വരച്ചു, നോർത്ത് ഈസ്റ്റ് ഒക്കെ അടയാളപ്പെടുത്തി. ആദ്യം കിഴക്ക് ഭാഗത്തേക്ക് പറഞ്ഞു, എന്നിട്ട് സൗത്ത് തെക്കോട്ടേക്കല്ലേ പറഞ്ഞേ? ഓക്കെ, തെക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് എത്താം. കറക്റ്റ്. അപ്പം അതും നമ്മൾ മാർക്ക് ചെയ്ത് പഠിച്ചതാണ്. പിന്നെ സ്കൂളിന്റെ കിഴക്ക് ഭാഗത്താണ് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു. കിഴക്ക് ഭാഗത്തല്ല, ഏത് ഭാഗത്തേക്കാണ് വരുന്നത്? സൗത്ത്, തെക്ക് ഭാഗത്തേക്കാണ് അല്ലേ വരുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് എന്ത് വരുന്നത്? ബസ് സ്റ്റാൻഡ് വരുന്നത് അല്ലെ, ബസ് സ്റ്റാൻഡ് വരുന്നത് സ്കൂളിന്റെ. ഓക്കെ, പിന്നെ പോസ്റ്റ് ഓഫീസിന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അതിന്റെ ഇതാ വടക്ക് ഭാഗത്താണ് ബസ് സ്റ്റാൻഡ് വരുന്നത് അല്ലേ. കറക്റ്റ് ആണ്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ആണ് അതിൽ കറക്റ്റ് വരുന്നത്. ഇനി ഇതാ സെപ്പറേറ്റ് നമ്മളിതാ വരച്ച് പഠിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം ചോദ്യം തന്നെ വന്നിട്ടുണ്ട്. ഉദയസൂര്യനെ നോക്കി അഹാനം നിൽക്കുന്ന അല്ലെ, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഏത് ഭാഗത്താണ് വരിക നമ്മൾ നോക്കി, ലെഫ്റ്റ് എവിടെയാണ്? നോർത്ത് ഭാഗത്തായിരിക്കും വരിക. ഓക്കെ, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് പറഞ്ഞു പോയതാണ്, ലൈവിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻ ആയിട്ടല്ല, അല്ലാതെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ചാപ്റ്റർ റിവിഷനിൽ നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏതൊക്കെ ഭാഗത്ത് കോസ്റ്റൽ ഏരിയ വരുന്നു, ഏതൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാ ഓൾറെഡി വിഴിഞ്ഞം തുറമുഖം തന്നിട്ടുണ്ടല്ലോ, എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ കബനി നദി എവിടെയാണ്? വയനാടാണ് വരുന്നത്. അഷ്ടമുടിക്കായൽ വരുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് അല്ലേ, കൊല്ലത്താണ് ഇവിടെ വരുന്ന അഷ്ടമുടിക്കായൽ വരുന്നത്. അത് കഴിഞ്ഞ് കരിപ്പൂർ വിമാനത്താവളം നമുക്ക് മലപ്പുറത്താണ് വരുന്നത് അല്ലേ. ശരിക്കും മലപ്പുറത്താണ്, നമ്മൾ കോഴിക്കോട് എന്ന് പറയെങ്കിലും കറക്റ്റ് എവിടെയാണ്? മലപ്പുറത്താണ് നമ്മുടെ കരിപ്പൂർ വിമാനത്താവളം ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ, ബി ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ശരി ഏതാ നോക്കാനാണ്. ഇവിടെ കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ലയാണ് കണ്ണൂർ എന്നാണ് പറഞ്ഞത്. വടക്കേ അറ്റത്തെ ജില്ലയല്ല, കാസർഗോഡാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും സെപ്പറേറ്റ് ചോദ്യമായിട്ട് അതെ, ചെറിയൊരു ക്വസ്റ്റ്യനിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്കറിയാം കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ്. നമ്മൾ മെയിൻ ആയിട്ട് പറയാം കാസർഗോഡാണ്. പക്ഷെ വടക്ക് ഭാഗത്ത് തന്നെയാണ് ആര് വരുന്നത്? കണ്ണൂർ വരുന്നത്, തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ കടൽ തീരം ഇല്ലാത്ത എത്രയാണ്? 5 ജില്ലകളാണ് അല്ലെ. 9 ജില്ലകളിൽ എന്തുണ്ട്? കടൽ തീരം ഉണ്ട്, അത് നമ്മൾ പഠിച്ചതാണ്.
പിന്നെ കേരളത്തിലാകെ 34 44 അത് തെറ്റാണ്. പിന്നെ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നു, ശരിയാണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബിയും ശരിയാണ്, അതേപോലെ ഡിയും ശരിയാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 2 ആണ് മലയാളം മീഡിയംകാർക്ക് വരിക. പക്ഷേ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് വരികയാണെങ്കിൽ എ ആയിരിക്കും വരിക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിവിടെ തെറ്റിച്ച് ഓപ്ഷൻ ഡി എന്താണ് അവിടെ തെറ്റിച്ചിട്ടാണ് ഇംഗ്ലീഷ്. അതായത് കേരളത്തിന്റെ വടക്ക് ഭാഗത്താണ് അറബിക്കടൽ എന്നാണ് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള മക്കൾക്കുള്ളത്. ഇവിടെ പക്ഷെ കറക്റ്റ് ആയിട്ട് പടിഞ്ഞാറ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എയും പിന്നെ അതേപോലെ തന്നെ ബിയും ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഒന്നാണ് വരിക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. യെസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും നമ്മുടെ EVS എക്സാം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള എക്സാം ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി വരുന്ന എക്സാം നമുക്ക് ഉഷാറാക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ടിരിക്കുക. ലവ് യു ഓൾ. ബൈ ബൈ.